ഇന്നും കുറച്ച് സീരിയസ് കേസുള്ള ദിവസമായിരുന്നു കേട്ടോ. സീരിയസ് കേസുള്ളതുകൊണ്ട് സീരിയസ് ലുക്ക് കിട്ടാനാണ് മുട്ടടിച്ചതെന്ന് വിചാരിക്കേണ്ട. തണുപ്പുകാലാണ് വരുന്നത്. തണുപ്പുകാലം ആയി കഴിഞ്ഞാൽ നമ്മളെ സ്കാൽപ്പ് നിന്ന് പെട്ടെന്ന് തന്നെ മോയ്സ്ചർ ലോസ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാം വിന്ററിൽ കൂടുതലായിരിക്കും. ഇനി മുട്ട അടിച്ചു കഴിഞ്ഞാൽ മാത്രം ഡാൻഡ്രഫ് മാറുമെന്ന് വിചാരിക്കേണ്ട. ബാക്കി മെഡിക്കേഷൻ ഉണ്ട്, ഒരു ദിവസം നിങ്ങളോട് ഷെയർ ആക്കണ്ട കേട്ടോ. ഫസ്റ്റ് വന്നത് ഷോൾഡർ ഡിസ്ലൊക്കേഷനും ബാക്കി ഫ്രാക്ചർ ആയിരുന്നു. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഫ്രാക്ചർ കാണുന്നുണ്ടാവും. രണ്ടാമത് വന്നത് ആക്സിഡന്റ് പറ്റിയിട്ട് ഇതുപോലെ നീ സ്വെല്ലിംഗ് ആയിട്ടായിരുന്നു. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ നോർമൽ ജോയിന്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ആക്സിഡന്റ് പറ്റി കഴിയുമ്പോൾ ജോയിന്റിന്റെ അകത്ത് ഉണ്ടാവുന്ന ബ്ലീഡിങ് കാരണമായിട്ട് സ്വെല്ലിങ്ങും അവിടെ ബ്ലഡ് നിറയും ചെയ്യും കേട്ടോ. അപ്പൊ ഈ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്നത് ഹെമാർത്രോസിസ് എന്നാണ്. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അക്യുമുലേറ്റ് ആയിട്ടുള്ള ആ ഒരു ബ്ലഡ് ആസ്പിറേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഡോക്ടർമാരോടാണ്, നിങ്ങളെങ്ങാനും ആസ്പിറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു അൾട്രാസൗണ്ട് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ന്യൂസ് തുറക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നുണ്ടാവുമല്ലോ സ്കാനിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കേസൊക്കെ. നമ്മളെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് നടക്കുന്നേ?